ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴത്തോരു മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിനെ വിളിക്കുന്നുണ്ട്, വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നാളെ എന്തായാലും അലീന അങ്ങോട്ട് പോവുകയല്ലേ, അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഫ്രീ ആണ്, ഇങ്ങോട്ട് പോരൂ, അലീനയും കൂട്ടിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ ചെറിയൊരു ഉപദേശമൊക്കെ സ്റ്റാലിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീന അവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കോ അവൾക്കോ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ എനിക്ക് തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാലിൻ പറയുന്നുണ്ട്, അവൾ എന്തായാലും എൻ്റെ മകളല്ലേ, അപ്പോൾ അവൾക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഇവിടെ പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊക്കെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഏൽപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബാലചന്ദ്രന് എത്രത്തോളം സ്നേഹവും ആത്മാർത്ഥതയും അലീനയുടെ അടുത്തുണ്ടെന്നുള്ളത്. അപ്പോഴേക്കും അലീനയും മനുവും തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് മനുവിനോട് ഇറങ്ങുന്നില്ലേന്ന് അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. മനുവേട്ടൻ ഇറങ്ങുന്നില്ലേന്ന്. ഇറങ്ങിയിട്ട് എന്തിനാ, എന്നോട് യാത്ര പറയാനല്ലേ, എല്ലാവരോടും യാത്ര പറയുന്നത് പോലെ എന്നോട് യാത്ര പറയണ്ട, എനിക്കത് കേൾക്കണ്ട, അതെനിക്ക് പെയിനാണെന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ ആരെയും ഉപേക്ഷിച്ചിട്ട് പോവല്ലല്ലോ, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, മനുവേട്ടൻ വാ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഓ, ഞാൻ വന്നിട്ട് എന്തിനാ, അവിടെ കൂടി എല്ലാവരോടും ഇരുന്ന് നല്ലപോലെ ഇരുന്ന് സംസാരിച്ച് നിന്റെ ചായ ഇട്ട് കുടിക്കാനല്ലേ, അതല്ലേ നിന്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ടോ. ഓ, ഞാൻ പറയാതെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടല്ലേ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അലീന പറയുന്നത് പോലെ തന്നെ മനു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ അലീനയുടെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഒരു റിഹേഴ്സൽ ആയിക്കോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ കൈ പിടിച്ച് എനിക്ക് വീട്ടിലേക്ക് കയറണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുമ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷമാവും. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ട് കയറുമ്പോൾ കൃഷ്ണമോൾ ഉണ്ടായിരിക്കും അവിടെ. കൃഷ്ണമോൾ എവിടുന്ന് കിട്ടി മനുവേട്ടനെ എന്ന് ചോദിക്കുന്നുണ്ട് അലീനയുടെ അടുത്തുനിന്ന്. അപ്പോൾ എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ബബിയും അങ്ങോട്ട് വരും. അപ്പോൾ നമ്മളെ അലീന ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് മനുവിനോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിൽ പോയിട്ട് രോഹിത്തിനെ വിളിക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അങ്കിളും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അങ്കിളും മനുവേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബബി കുളിക്കാൻ പോയ സമയത്ത് ബബിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വിളിക്കുമ്പോൾ അവൾ ആദ്യം എടുക്കണോ വേണ്ടെന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് ബബി. അങ്ങനെ വിളിച്ചിട്ട് എടുക്കാൻ ലേറ്റ് ആയതിന് വൈജയന്തി ചീത്ത പറയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടുത്തെ ഈ അലീന പോകുന്ന ഒരു സംസാരവും അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഓ, അമ്മയ്ക്ക് സമാധാനമായി, സന്തോഷമായില്ലേ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ബാലചന്ദ്രന്റെ കുറ്റം പറയുന്നുണ്ട്. അലീനയുടെ കുറ്റം പറയുമ്പോൾ ബബിക്ക് തീർച്ചയായിട്ടും ദേഷ്യം വരുമല്ലോ, കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അമ്മയ്ക്ക് എപ്പോഴും കുറ്റം കണ്ടെത്താൻ മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അമ്മയ്ക്ക് അറിയില്ല, നല്ല മനസ്സൊന്നും ഒരിക്കലും അമ്മ കാണില്ല. എന്തായാലും അലീന ചേച്ചി ഇവിടുന്ന് പോവുകയാണല്ലോ, സന്തോഷമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഇത് തന്നെയാണ് അമ്മയെ ഞാൻ വിളിക്കാത്തത്, ഇതുകൊണ്ട് തന്നെയാണ് അമ്മയെ വിളിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പം വീണ്ടും വൈജയന്തി ഓരോ നെഗറ്റീവ് ഇങ്ങനെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്ത് നമ്മളെ ബബി ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ചായയുമായിട്ട് അലീന റൂമിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ എന്താ ഏതാന്നൊക്കെ ചോദിച്ച് ദേഷ്യത്തിലാണ് ബബി സംസാരിക്കുന്നത്. അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ബബിയുടെ അടുത്ത് അലീന നിർബന്ധിച്ചിട്ട് ചായ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ എൻ്റെ കൊച്ചിൻ്റെ ദേഷ്യം, എന്താ ആരാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെന്ന് പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ അലീന സ്വാഭാവികമായിട്ടും കുറേ ഉപദേശിക്കുന്നുണ്ട്. അമ്മയോടും അച്ഛയോടൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല, അവർ നമ്മൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അത് വൈജയന്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെ അടുത്തുനിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദേഷ്യമാണ് കാണിക്കുന്നത്, സ്വാഭാവികമാണ്, അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട, നീ നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിക്കും തോന്നും ബബി ഭയങ്കര ദേഷ്യക്കാരിയാണോ, ഇനി കൃഷ്ണമോൾ പറയുന്നത് പോലെ ഞാനൊരു അഹങ്കാരിയായിട്ടാണോ എന്ന് പറയുന്നുണ്ട്. ഓ, കൃഷ്ണമോൾ അങ്ങനെ പറഞ്ഞു, നീ അഹങ്കാരിയാണെന്ന് പറഞ്ഞു, എന്നാൽ അവളോടൊന്ന് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രോഹിത് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്, ഓ, ഇവിടെ റൂം സർവീസ് ഒക്കെ ഉണ്ടോന്ന്, കാരണം റൂമിലേക്ക് ചായ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ബബിയും തിരിച്ച് കളിയാക്കുന്നുണ്ട്, കുറേ അവിടെയും റൂം സർവീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ കൃഷ്ണമോൾ ഇങ്ങനെ ഇവിടെ അഹങ്കാരിയാണെന്ന് പറഞ്ഞു രോഹിത്തേന്ന് അലീന പറയുമ്പോൾ, ഓ, അതിനിപ്പോൾ അവളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ കുറച്ച് ബിസിയാണ്, അവൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറയാം, ഇവളൊരു ഭയങ്കര അഹങ്കാരിയാണെന്ന് രോഹിത്തും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരികട്ടോ ചെയ്യുന്നത് ബബിക്ക്. അങ്ങനെ ബബി ചേച്ചി ഈ ചായ ഒന്ന് പിടിക്കുന്നു പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഒരു പില്ലോ എടുത്തിട്ട് രോഹിത്തിന്റെ നേരെ എറിയുന്നുണ്ട്. അവർ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട്. പക്ഷേ രോഹിത് എറിയുന്നത് അലീനയ്ക്കായിരിക്കും കൊള്ളുന്നത്. അങ്ങനെ ഒരു തമാശയിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടേബിളിൽ ബാലചന്ദ്രനും എല്ലാവരും ഇരിക്കുന്നുണ്ടായിരിക്കും, പിള്ളേരും എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അലീന പോകുന്ന കാര്യം ഇങ്ങനെ പറയായിരിക്കും കേട്ടോ. ആ സമയത്ത് അലീന നാളെ പോവാൻ പോകുന്ന ആ വീടിനെ കുറിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ പൊക്കിയടിച്ച് പറയുന്നുണ്ട്.
പറയുന്നുണ്ട് അവിടെ വലിയ ആൾക്കാരാണ്, വലിയ വീടാണ് ഭയങ്കരമായിട്ട് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടോ അച്ഛൻ്റെ വർത്താനം കേൾക്കുമ്പോൾ ഞാൻ എങ്ങാനും വിദേശത്തേക്കാണ് പോകുന്നതെന്ന് തോന്നുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എന്തൊക്കെയോ ഒളിച്ച് മറിച്ച് കളിക്കുന്ന പോലെ ബാലചന്ദ്രൻ സംസാരിക്കുമ്പോൾ അത് ബബിക്ക് മനസ്സിലാവും. ബബി പറയുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്തരണ്ട്, എന്തായാലും ഞാൻ പൊളിച്ചോളാം എന്ന് പറയുമ്പോൾ ആരും ഒന്നും പൊളിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോട്ടെ, അതായിരിക്കും എല്ലാവർക്കും നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വൈജയന്തി വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലും ഉണ്ട്. കാരണം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി ഭരണം ഞാൻ ഏറ്റെടുക്കും എന്ന് പറയുമ്പോൾ തന്നെ ബബിയൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും വീണ്ടും ഇനി സ്റ്റണ്ട് ആയിരിക്കുമോ, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ, പ്രശ്നം ഇനിയും കൂടുമോ, അച്ഛൻ വെല്ലുവിളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും വൈജയന്തിയുടെ സ്വഭാവവും ക്യാരക്ടറും ഒന്നും ബാലചന്ദ്രനെ പിടിക്കത്തില്ല. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തന്നെയായിരിക്കും കൂടുതൽ ചാൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ കൃഷ്ണമോൾക്കായാലും ബബിക്കാണെങ്കിലും ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിക്കണം, എന്നാൽ കൂടെ അലീനയും വേണം എന്നുള്ള ആഗ്രഹമാണ്. തലേ ദിവസം രാത്രി അതായത് പിറ്റേ ദിവസം അലീന പോവുകയാണ്. അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി നമ്മളെ കൃഷ്ണമോൾക്ക് ഒട്ടും ഉറക്കം വന്നില്ല. അങ്ങനെ റൂമിൽ വന്ന് കതവ് മുട്ടുന്നുണ്ട് അലീനയുടെ. എന്നിട്ട് ചേച്ചി നാളെ പോവില്ലേ, അത് ആലോചിച്ചിട്ട് എൻ്റെ ചങ്ക് കിടന്ന് പിടയ്ക്കാണ്, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പോകുന്നത്. ചേച്ചി ഇവിടുന്ന് എന്തിനാണ് പോകുന്നത്, അച്ഛനും അമ്മയും ഒന്നിക്കാൻ വേണ്ടിയിട്ടാണോ, അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണോ, ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ അച്ഛൻ അടക്കി പിടിച്ചിരിക്കുന്നത്, ചേച്ചിയുടെ മുന്നിൽ താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും സഹനവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയില്ലേ, അത് ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ, അമ്മ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കാന്ന് ചേച്ചിക്ക് നല്ലോണം അറിയില്ലേ, അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കൃഷ്ണമോൾക്കാണെങ്കിലും ബബിക്കാണെങ്കിലും ഒക്കെ അലീന ഇവിടെ കൂടെ വേണം. പക്ഷേ വൈജയന്തി വന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലപോലെ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കട്ടെ എന്ന് നമുക്കും വിചാരിക്കാം. കഥയിൽ ഇനിയും ട്വിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം ഫോൺ വിളിക്കുന്നതിൻ്റെ ഇടയിൽ ബബി ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അമ്മയുടെ സ്വഭാവത്തിനെ കുറിച്ച്. അമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മ വേണം കഴിഞ്ഞ കുറച്ച് കാലത്തിനെ കുറിച്ച്, അതമ്മ മറക്കണ്ടെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വീണ്ടും സംശയമായി ബബി അങ്ങനെ പറഞ്ഞപ്പോൾ. ഒരു കണക്കിന് സത്യങ്ങളെല്ലാം ഒന്നുകൂടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൈജയ്ക്ക് കൂടുതൽ അലീനയെ മനസ്സിലാക്കാനും സ്നേഹവും അതുപോലെ തന്നെ അലീന ജീവിച്ചു വന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ അവളെ മാറ്റി പുതിയൊരു ജീവിതം തന്നെ കൊടുക്കാനും സാധിക്കും വൈജയ്ക്ക്. പക്ഷേ കഥ പോകുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.